കാസർഗോഡ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത പാർക്കിന്റെ നിർമ്മാണം നടന്നത് നിയമങ്ങൾ ലംഘിച്ചെന്ന് പരാതി. ഹോസ്ദുർഗ് ബീച്ചിൽ DTPCയുടെ കീഴിലുള്ള കൈറ്റ് പാർക്കിന്റെ നിർമ്മാണം നടന്നത് നഗരസഭയുടെ അനുമതി ഇല്ലാതെ. ജനം ബ്രേക്കിംഗ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്ദുർഗ് ബീച്ചിലെ കൈറ്റ് പാർക്കിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് DTPC നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 25 സെന്റ് സ്ഥലത്ത് വാർഡ് മെമ്പർ പോലും അറിയാതെയാണ് നിർമ്മാണം നടന്നത്. വില്ലേജ് ഓഫീസും മറ്റും പാർക്കിനെതിരെ തിരിയുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തൊട്ടടുത്ത ദിവസം വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇതിനെ നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് ഇതിലെ കെട്ടിട നിർമ്മാണങ്ങളും ഇതിൻ്റെ പ്രവർത്തന രീതിയും പോയതെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ അതിൽ കൂടുതൽ കാര്യമായി നമുക്കൊന്നും ഇടപെടാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. തദ്ദേശ നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 30 ദിവസം മുമ്പ് അപേക്ഷ നൽകണം. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം അംഗീകരിക്കുകയും വേണം. കൈറ്റ് പാർക്കിന്റെ നിർമ്മാണത്തിൽ ഇതൊന്നും ഉണ്ടായില്ല. ടൂറിസം മന്ത്രിയാണ് അനധികൃതമായി നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് മറ്റൊരു വൈരുദ്ധ്യം. എന്നാൽ നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പാർക്ക് പ്രവർത്തിക്കാത്തതിനാൽ നിയമപ്രശ്നങ്ങളില്ല എന്നുമുള്ള വിചിത്ര നിലപാടിലാണ് DTPC. ജനം, കാസർഗോഡ്.